ഈ അസാധാരണ രീതിയിലുള്ള പൈശാചിക ഉപദ്രവങ്ങൾ എങ്ങനെ ഉണ്ടാകാമെന്ന് ചിന്തിക്കുമ്പം ഒന്നാമത്തെ നമ്മൾ തന്നെ അശ്രദ്ധമായി സാത്താൻ്റെ സ്വരത്തിന് ചെവി കൊടുത്ത് അതിന് വഴങ്ങിക്കൊടുത്ത് അങ്ങനെ അവന് കൊത്താൻ അവസരം കൊടുത്ത് അത് വഷളാക്കി കളയുന്നു. നിരന്തരം പാപത്തിൽ വ്യാപരിക്കുന്നു. വീണ്ടും വീണ്ടും പാപത്തിൽ പോകുമ്പം പിശാചിന് അവകാശം കിട്ടി കയറി വരും. യൂദാസിൽ എങ്ങനെയാ സാത്താൻ വന്ന് കയറിയത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം പറയുന്നത്, യൂദാസ് ഇങ്ങനെ പല പല പാപങ്ങളിൽ മുഴുകി അങ്ങനെ അങ്ങ് നീങ്ങി, അനുദപിച്ചേയില്ല, തിരുത്തിയില്ല, മെച്ചപ്പെടുത്താൻ നോക്കിയില്ല. അങ്ങനെ പോയപ്പം സാത്താന് വന്ന് കയറാൻ പറ്റിയ അന്തരീക്ഷം ഉണ്ടായി. ഒരു നാട്ടുമ്പുറത്തുള്ള വീട് ഓർമ്മിച്ച് നോക്കിക്കുക. വീടിൻ്റെ അടുക്കള, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മിച്ചം വരുന്നത്, ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചിട്ട് മിച്ചം വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് വീട്ടമ്മ അവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രത്യേക കുഴിയും കാര്യങ്ങളും ഒന്നുമില്ല. നേരെ ആ പുറവശത്തെ വരാന്തയിലേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്തിന് പുറത്തോട്ടങ്ങ് വലിച്ചെറിയാന്ന് വിചാരിച്ചു. അങ്ങനെ വലിച്ചെറിഞ്ഞ് അവിടെ വേറെ ആരുമില്ല, സ്വന്തം പറമ്പ് തന്നെയാണ്, ആർക്കും ശല്യമൊന്നുമില്ല. അങ്ങനെ പെരുമാറിയാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഏതാനും പ്രാവശ്യം ഏതാനും ദിവസങ്ങൾ അങ്ങനെ ഈ എച്ചിലും വെള്ളവും അഴുക്കുവെള്ളവും എല്ലാം ഒഴിച്ചൊഴിച്ച് വരുമ്പോൾ ആ മുറ്റം ഈ വെള്ളം വീഴുന്നിടം മുരഞ്ഞ് വെള്ളം അങ്ങനെ കടന്ന് ഇത് ചീഞ്ഞഴിഞ്ഞ് മണം പിടിച്ച് അവിടെ വെള്ള ചെടിയെല്ലാം കരിഞ്ഞ് പുല്ലുമെല്ലാം അഴുകി കറുത്ത് നിറം പിടിച്ച് മണം പിടിച്ച് കിടക്കും, അല്ലെ? ചെളി പിടിച്ച് കിടക്കും. അങ്ങനെ ചെളി പിടിച്ച് കിടക്കുമെന്ന് മാത്രമല്ല, ചെളിയും ദുർഗന്ധവുമായിട്ട് കടന്നു കഴിയുമ്പം അടുത്ത സ്റ്റേജ് ഈ ദുർഗന്ധവും അഴുക്കും ഇഷ്ടപ്പെടുന്ന ജീവികളുണ്ട്, ക്ഷുദ്രജീവികൾ. പൂവീച്ച, ഒച്ച്, പാറ്റ, എലിയെ പിടിക്കാനായിട്ട് പാമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ വരാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനത്തെ ശല്യങ്ങൾ പാമ്പിന് ശല്യമാകും. ഇതുപോലെയാണ് ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ഇങ്ങനെ പാപങ്ങളിൽ ഏർപ്പെട്ട് പോകുമ്പം ആ വ്യക്തിയുടെ ജീവിതം അഴുക്ക് പിടിച്ച് കിടക്കുന്നു. മാത്രമല്ല അഴുക്കിന്റെ അരൂപികൾ അവിടേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും. അപ്പം അവ കിടന്ന് കളിക്കാൻ തുടങ്ങും. പാമ്പും ഒക്കെ വീട്ടുപരിസ്ഥിതി വരുന്ന പോലെ മറിഞ്ഞു കിടന്നാൽ ഇങ്ങനെ സംഭവിക്കുകയാണ്. ഇതാണ് നമ്മൾ തന്നെ പാപത്തിൽ വ്യാപരിക്കുക വഴി തിന്മയുടെ ശക്തമായ കടന്നുകയറ്റത്തിന് വഴി തുറന്നു കൊടുക്കുന്ന രീതി.